ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ നല്ല പോർ ചെയ്തെന്റെ ഓട്ടം തികച്ചിടുവാൻ സഫലമായി നിൻ വേലയിൽ ഞാൻ എരിഞ്ഞടങ്ങുവാൻ വിനയവും തന്ന് വിശ്വാസവും തന്ന് സുഭാഷിതം. അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു എന്നെഴുതിയിരിക്കുന്നു. പൗലോസും തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന 275 ആളുകളും കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടു. ശീതകാലം കഴിക്കുന്നതിനു വേണ്ടി അവർ മെലിത്ത ദ്വീപിൽ 3 മാസം താമസിച്ചതിന് ശേഷം റോമയിലേക്ക് യാത്ര തിരിച്ചു. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടിയെന്ന് 16 വാക്യത്തിൽ കാണുന്നു. അവിടെ അദ്ദേഹം വീട്ടു തടങ്കലിലാണ് കഴിഞ്ഞിരുന്നതെന്ന് ചരിത്രം പറയുന്നു. ഒരു റോമ പടയാളി സദാസമയം തന്റെ കൂടെ ഉണ്ടാകും. ആ പടയാളിയുടെയും പൗലോസിന്റെയും ഓരോ കൈ തമ്മിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കും. എന്നിരുന്നാലും യഥാർത്ഥ കാരാഗ്രഹ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു വീട്ടു തടങ്കലിലുള്ള സ്വതന്ത്ര ജീവിതമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 28 അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. He proclaimed the kingdom of God and taught about the Lord Jesus Christ with all boldness and without hindrance. താനൊരു റോമ പൗരനായിരുന്നത് കൊണ്ടാണ് ഈ സൗകര്യം പൗലോസിന് ലഭിച്ചത്. അവിടെ എത്തിയതിന്റെ 4-ാം ദിവസം പൗലോസ് അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികളെ വിളിപ്പിച്ച് തന്റെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞു. ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിന്റെ സുവിശേഷം യഹൂദന്മാരോട് അറിയിച്ചു. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു താൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. തുടർന്നുള്ള 2 വർഷങ്ങളിൽ തന്റെ അടുക്കൽ വന്നവരോടെല്ലാം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. റോമിൽ അനേകർ കർത്താവിൽ വിശ്വസിക്കുന്നതിനും റോമിലെ സഭ ശക്തിപ്പെടുന്നതിനും ഇടയായി തീർന്നു. ഈ കാലയളവിലാണ് എഫേസ്യർ, ഫിലിപ്പിയർ, ഫിലോമോന് മുതലായ കാരാഗ്രഹ ലേഖനങ്ങൾ പൗലോസ് എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ അവസാനിക്കുമ്പോഴും പൗലോസിന് എന്ത് സംഭവിച്ചു എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു, റോമിലെ തടവ് ശിക്ഷ എത്ര നാൾ നീണ്ടുനിന്നു, പിന്നീട് എന്തുണ്ടായി എന്നിത്യാദി കാര്യങ്ങൾ മറ്റ് ചരിത്ര രേഖകളിൽ നിന്നുമാണ് നാം മനസ്സിലാക്കുന്നത്. 2 വർഷമായി റോമിൽ താമസിച്ചിട്ടും യെരുശലേമിൽ നിന്ന് പൗലോസിനെതിരായി കൈസറുടെ മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കാൻ യഹൂദന്മാരാരും തന്നെ ഇതിനോടകം വന്നില്ല. 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ കാരാഗ്രഹവാസത്തിൽ നിന്ന് വിമുക്തനാക്കി എന്ന് ചരിത്രം പറയുന്നു. സ്വതന്ത്രനായ പൗലോസ് എഫെസോസ്, ലവോദിക്കിയ, കൊലസിയ, ത്രോവാസ്, ഫിലിപ്പി, കൊരിന്ത് മുതലായ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് വീണ്ടും റോമിലെത്തി. അന്ന് റോമ ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ മഹാപീഡനങ്ങൾ അഴിച്ചുവിട്ടു. പ്രതികരിക്കാൻ ശക്തിയില്ലാത്ത അശരണരായ ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് വധിക്കപ്പെട്ടു. ആഗോള ക്രിസ്ത്യാനികളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്ന പൗലോസിനെ അറസ്റ്റ് ചെയ്യുകയും വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയനാകുകയും ചെയ്തു. അവിടെ മരണത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് 2-ാം ലേഖനം എഴുതി അയച്ചു. അതിന്റെ 4-ാം അധ്യായം 6-8 വാക്യങ്ങളിൽ പൗലോസ് തികഞ്ഞ വിശ്വാസത്തോടെ പറയുന്ന ആത്മസംതൃപ്തിയുടെയും വിജയത്തിന്റെയും അന്ത്യവാക്കുകൾ നാം വായിക്കുന്നു. എന്നെന്നും ജീവിക്കുന്ന വിശ്വാസ പോരാളികൾക്ക് അതൊരു പ്രചോദനവുമാകുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അധികം താമസിക്കാതെ നീറോ ചക്രവർത്തിയുടെ വാളിനാൽ രക്തസാക്ഷിയായി തീർന്ന് കർത്തൃസന്നിധിയിൽ അദ്ദേഹം ചേർക്കപ്പെട്ടു. പൗലോസിന്റെ ജീവിതം നമുക്കും ഒരു ഉത്തേജനമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. God bless you all. ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടുന്നു. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര